Hi all, this is Angel. Welcome to Study Table. Today we are going to see the question answers of the chapter by the hands of the nature. Okay? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രകൃതിയുടെ കൈകളാൽ എന്ന പാഠഭാഗത്തിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ്. Okay, so let's begin the first one. What is geomorphic process and what are the geomorphic agents? അതായത് എന്തിനെയാണ് നമ്മൾ രൂപീകരണ സഹായികൾ എന്ന് പറയുന്നത്? The process that helps in the formation of landforms are called geomorphic processes. Varied landforms are created by the continuous process carried out by external agencies like running water, wind, glaciers, sea waves, etc. Hence, these agencies are often called geomorphic agents. അതായത് ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് രൂപീകരണ പ്രക്രിയകൾ. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങിയ ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ആയതിനാൽ ആ ശക്തികളെ രൂപീകരണ സഹായികൾ എന്ന് പറയുന്നു. Now, what are glaciers? എന്തിനെയാണ് നമ്മൾ ഹിമാനികൾ എന്ന് വിളിക്കുന്നത്? Thick masses of ice slowly move downfall in snow-clad regions. Such slow-moving masses of ice are called glaciers. അതായത് മഞ്ഞു മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്നു. ഇപ്രകാരം നീങ്ങുന്ന മഞ്ഞുപാളികളാണ് എന്ത്? ഹിമാനികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ജിയോമോർഫോളജി? എന്തിനെയാണ് നമ്മൾ രൂപീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്? ജിയോമോർഫോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ജോഗ്രഫി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലാൻഡ് ഫോംസ്. അതായത് ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയാണെന്ത്? രൂപീകരണ ശാസ്ത്രം. Now, what changes take place on the surface of the earth as a result of both the processes mentioned above? അതായത് ചിത്രത്തിൽ സൂചിപ്പിച്ച രണ്ട് പ്രവർത്തനങ്ങളുടെയും ഫലമായി ഭൗമോപരിതലത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുക? എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്? The weathering processes causing the weakening of surface rocks on earth. എന്ത് മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്? ഇവ എന്ത് ചെയ്യുന്നു? ഭൗമോപരിതല ശിലകളെ ദുർബലമാക്കുന്നു, അല്ലേ? നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെന്റ് പ്രോസസ് ഓഫ് വെതറിംഗ്? വിവിധ അപക്ഷയ പ്രക്രിയകൾ എന്തെല്ലാമാണ്? ദ ഫസ്റ്റ് വൺ കെമിക്കൽ വെതറിംഗ്, സെക്കൻഡ് വൺ ബയോളജിക്കൽ വെതറിംഗ്. രണ്ട് ടൈപ്പ് വെതറിംഗ് ആണുള്ളത്. ഒന്നാമത്തെ എന്താണ്? കെമിക്കൽ വെതറിംഗ്. സംടൈംസ് ദ നൈട്രോജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ dissolved in the rainwater. When the rain falls on the rocks, chemical action take place between the minerals in the rocks and the rainwater. As a result of this, there can be disintegration of the rocks. This is called chemical weathering. അതായത് നൈട്രജനും കാർബൺ ഡയോക്സൈഡും അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിലുള്ള എന്ത് ചെയ്യും? അത് മഴവെള്ളത്തിൽ അലിഞ്ഞു ചേരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മഴവെള്ളം പാറകളിൽ വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു കെമിക്കൽ ആക്ഷൻ നടക്കുന്നു. അതിലൂടെ നമ്മുടെ പാറകളിലുള്ള മിനറൽസും അതേപോലെ ഈ മഴവെള്ളം തമ്മിലൊരു കെമിക്കൽ ആക്ഷൻ ഉണ്ടാകുന്നു. ഇതിലൂടെ റോക്ക്, അതായത് പാറകൾ പൊട്ടുന്നു. ഓക്കെ, ഇതിനെയാണ് കെമിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ബയോളജിക്കൽ വെതറിംഗ്. എന്തിനാണ് നമ്മൾ ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്? ദ റൂട്ട്സ് ഓഫ് ദ ട്രീസ് പെനിട്രേറ്റ് ഇൻ ടു ദ ക്രാക്സ് ഓഫ് ദ റോക്സ് ആൻഡ് സ്മോൾ ക്രീച്ചേഴ്സ് മേക്ക് ദർ ഹോംസ് ഇൻ ദീസ് സ്പേസസ്. ദീസ് ഓൾസോ കോസ് ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് റോക്സ്. ദിസ് ഈസ് കോൾഡ് ബയോളജിക്കൽ വെതറിംഗ്. അതായത് ചില വലിയ മരങ്ങളുടെ വേരുകൾ എന്താ സംഭവിക്കുന്നത്? പാറകളുടെ ഇടയ്ക്കൂടെ പെനിട്രേറ്റ് ചെയ്യുന്നു, അതായത് ഇടയ്ക്കൂടെ പോകുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ക്രാക്സ് ഉണ്ടാകുന്നു, അല്ലേ? വലിയ പാറകളിൽ ചെറിയ ക്രാക്സ് ഉണ്ടെങ്കിൽ ആ ക്രാക്സിൻ്റെ ഇടയ്ക്ക് എന്ത് കാണുമായിരിക്കും? ആ വിള്ളലിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ഇതിൻ്റെ പാറകളുടെ വേര് പിടിച്ച് അങ്ങനെ പാറകളിൽ എന്ത് ചെയ്യുന്നു? ആ പാറകൾ പൊട്ടി അത് ഡിസിൻറ്റിഗ്രേറ്റ് ആവുന്നു. ഇതാണ് എന്ത് പറയുന്നത്? ബയോളജിക്കൽ വെതറിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ? ഓക്കെ, എന്തിനെയാണ് നമ്മൾ അപരദനം അതുപോലെ നിക്ഷേപണം എന്ന് പറയുന്നത്? ദ ട്രാൻസ്ഫർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഫോം ബൈ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ വെതറിംഗ് പ്രോസസ്സസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ എക്സ്റ്റേണൽ ഏജൻസീസ് സച്ച് ആസ് റണ്ണിംഗ് വാട്ടർ, വിൻഡ്, ഗ്ലേഷ്യേഴ്സ്, സീ വേവ്സ് എക്സെട്ര ഈസ് കോൾഡ് ഇറോഷൻ. നമ്മൾ എന്തിനെയാണ് ഇറോഷൻ അല്ലെങ്കിൽ അപരദനം എന്ന് പറയുന്നത്? ഭൗതികവും രാസികവും ജൈവികവുമായ അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞു രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികൾ മുതലായ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണെന്ത്? അപരദനം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അതേപോലെ എന്താണ് ഡെപ്പോസിഷൻ? These materials will be deposited in low-lying regions and this process is called deposition. അതായത് ഈ വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിക്ഷേപണം എന്ന് പറയുന്നത്. What are the factors determining the flow of a river? അതായത് നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന എന്തെല്ലാം ഘടകങ്ങളാണ്? ഒന്ന് വോളിയൂം ഓഫ് വാട്ടർ, അതായത് ജലത്തിന്റെ അളവ്. രണ്ടാമത് എന്താ? റോക്ക് സ്ട്രക്ചർ, അതായത് ശിലാഘടന.
പിന്നെയോ സ്ലോപ്പ് ഓഫ് ദ ടെറൈൻ, പ്രദേശത്തിന്റെ ചരിവ്. അതേപോലെ എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ്, അതായത് എന്താണ്, അവസാദങ്ങളുടെ അളവ്. ഓക്കെ, പേജ് നമ്പർ 51 നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കി. ഇൻ വിച്ച് സ്റ്റേജ് ഇസ് ദ ഇന്റൻസിറ്റി ഓഫ് ഇറോഷൻ മോർ? അപരദന പ്രക്രിയ സജീവമാകുന്നത് നദിയുടെ ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഇന്റൻസിറ്റി കൂടുതലായിട്ട് കാണുന്നത്? യെസ്, അപ്പർ കോഴ്സിലാണ്. എപ്പോഴാണത്? ഉപരിഘട്ടത്തിലാണ് നമ്മളത് കൂടുതലായിട്ട് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് പ്രോസസ് റിസൾട്ട്സ് ദ ലാൻഡ് ഫോംസ് ഡെവലപ്ഡ് ഇൻ ദ ലോവർ കോഴ്സ്? അതായത് കീഴ്ഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏത് പ്രവർത്തനത്തിന്റെ ഫലമാണ്? ആക്റ്റീവ് ഡിപ്പോസിഷണൽ പ്രോസസ്സസ്. ഏതാണ് പ്രോസസ്? യെസ്, നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവം അല്ലേ, അതിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ കീഴ്ഘട്ടത്തിൽ കാണുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ആർ എഫക്റ്റിംഗ് ദ ഇന്റൻസിറ്റി ഓഫ് ദ റിവർ ഇറോഷൻ? അതായത് നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, വെലോസിറ്റീസ് ഓഫ് വാട്ടർ ഫ്ലോ, അതേപോലെ സ്ലോപ്പ് ഓഫ് ദ ടെറൈൻ ആൻഡ് റോക്ക് സ്ട്രക്ചർ. എന്തൊക്കെയാണ് ഘടകങ്ങൾ? ഒഴുക്കിന്റെ വേഗം, ഒഴുകുന്ന പ്രദേശത്തെ ചരിവ്, അതേപോലെ ശിലാഘടന. ഓക്കെ, നെക്സ്റ്റ് വൺ, പേജ് നമ്പർ 51 നോക്കിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. യു മൈറ്റ് ഹാവ് സീൻ ദ പെബിൾസ് ആർ ഷോൺ ഇൻ ദ പിക്ചർ ഫിഗർ 4.4 along river courses. What could be the reason behind the round shape and polished surface? അതായത് ചിത്രത്തിൽ 4.4 നിങ്ങൾ കാണുന്നത് പോലെ ഉരുളൻ കല്ലുകൾ നദീതടങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇവയുടെ ഉരുളൻ ആകൃതിക്കും ഒഴുക്കൻ പ്രതലത്തിനും കാരണമാകുന്ന എന്തായിരിക്കും? യെസ്, the rock particles like gravel, sand, pebbles, etc. carried by the river rub against the rocks along the bed and both the sides of the river. This results in the wearing down ഓഫ് റോക്സ്. അതായത് നദി ഒഴുക്കുകൊണ്ട് പോകുന്ന ചരൽ, മണൽ, അതുപോലെ ഉരുളൻ കല്ലുകൾ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകൾ ഉരസുന്നതിനും തന്മൂലം പാറകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഓക്കെ, ഇപ്രകാരമുള്ള അപരദനത്തെ അപകർഷണം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എബ്രഷൻ അല്ലെങ്കിൽ കൊറേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, Through this process, the river can polish even the hard rocks along its course. അപ്പം ഈ ഒരു പ്രക്രിയയിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു പ്രവർത്തനത്തിലൂടെയാണ് നദികൾ എത്ര കഠിന ശിലകളെ പോലും എന്താക്കി മാറ്റുന്നത്? മിനുസപ്പെടുത്തി എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, why are such gullies formed along steep slopes? അതായത് കുത്തനെ ചരിഞ്ഞ പ്രദേശങ്ങളിൽ ഇത്തരം നീർച്ചാലുകൾ രൂപം കൊള്ളുന്നത് എന്തുകൊണ്ടായിരിക്കും? യെസ്, ആസ് എ റിസൾട്ട് ഓഫ് ഇറോഷൻ കോസ്ഡ് ബൈ റണ്ണിംഗ് വാട്ടർ. എന്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത്? ശക്തിയായി ഒഴുകുന്ന വെള്ളത്തിന്റെ അപരദനത്തിലൂടെയാണ് എന്ത് രൂപപ്പെടുന്നത്? ഈ നീർച്ചാലുകൾ രൂപപ്പെടുന്നത്. ഓക്കെ, വാട്ട് ആർ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ്? എന്തിനെയാണ് നമ്മൾ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്? ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ ദ ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷണൽ ആക്ടിവിറ്റീസ് ഓഫ് റിവേഴ്സ് ആർ കോൾഡ് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ്. അതായത് നദിയുടെ അപരദന നിക്ഷേപണ ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ നദീജന്യ ഭൂരൂപങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഹൗ ആർ ഡെൽറ്റാസ് ഫോംഡ്? എങ്ങനെയാണ് ഡെൽറ്റാസ് ഫോം ആവുന്നത്? The velocity of the river decreases when it nears the river mouths. Most rivers branch out to distributaries at the stage where the volume of both water and sediments is high. The sediments brought by the river are deposited between these distributaries, forming almost triangular shaped landforms called deltas. These features are called deltas as they resemble the Greek alphabet delta. അതായത് നദീമുഖത്തോടടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നദീജലത്തിന്റെയും അവസാദത്തിന്റെയും അളവ് കൂടുതലായി ഈ പ്രദേശത്ത് മിക്ക നദികളും ചെറിയ കൈവഴികളായി, അതായത് ഡിസ്ട്രിബ്യൂട്ടറീസ് ആയി പിരിഞ്ഞൊഴുകുന്നു. ഓക്കെ, അപ്പൊ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ, ഈ സെഡിമെന്റ്സ് എന്താ സംഭവിക്കുന്നത്? ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാക്കുന്ന ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപമാണ് എന്ത്? ഡെൽറ്റ. ഓക്കെ, അതേപോലെ ഗ്രീക്ക് അക്ഷരമാലയിലെ ഒരക്ഷരത്തിനോട്, ഡെൽറ്റ എന്ന അക്ഷരത്തിനോട് സാമ്യമുള്ള ഭൂരൂപമായതിനാലാണ് ഇതിന് ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ടേബിൾ. പേജ് നമ്പർ 55 നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ വാട്ട് യു ഹാവ് ലേൺഡ് അബൌട്ട് ദ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ റിവേഴ്സ്. ലാൻഡ് ഫോംസ്, കോഴ്സ് ഓഫ് ഫോർമേഷൻ, ഇറോഷണൽ ഓർ ഡിപ്പോസിഷണൽ, അതായത് ഭൂരൂപങ്ങൾ, രൂപം കൊള്ളുന്ന ഘട്ടം, അപരദനം അല്ലെങ്കിൽ നിക്ഷേപണം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്തൊക്കെ ഫില്ല് ചെയ്യാം? നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് വാട്ടർഫോൾ ആണ് അല്ലേ. വാട്ടർഫോൾ എന്താണ്? അപ്പർ കോഴ്സ് ആണ് അല്ലേ. അതുപോലെ അത് ഇറോഷണൽ എന്ന പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് ചേർക്കാം ഇവിടെ? ഫ്ലഡ് പ്ലെയിൻസ് അല്ലേ. ഫ്ലഡ് പ്ലെയിൻസ് എന്തിലൂടെ ഉണ്ടാകുന്നത്? ഡിപ്പോസിഷനിലൂടെയാണ്. അതുപോലെ ഡെൽറ്റ, അത് ഡിപ്പോസിഷനിലൂടെയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് പല ലാൻഡ് ഫോംസും ചേർക്കാം. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ഡെസേർട്സ് ഫ്രം അതർ പ്ലേസസ്. അതായത് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് മരുഭൂമികളെ വേറിട്ടതാക്കുന്നത് സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതുക. അപ്പം എന്തെല്ലാമാണ് സവിശേഷതകൾ? യെസ്, ഒന്ന് ഹൈ ടെമ്പറേച്ചർ, അതായത് ഉയർന്ന ഊഷ്മാവ്, അതേപോലെ സാൻഡി സോയിൽ, ലോ റെയിൻ, പിന്നെന്താ ആബ്സെൻസ് ഓഫ് വെജിറ്റേഷൻ, സ്ട്രോങ് വിൻഡ് എക്സെട്ര, ഇങ്ങനെയൊക്കെയുള്ള
ഘടകങ്ങൾ കാരണമാണ് എന്ത് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് മരുഭൂമികൾ വേറിട്ട സവിശേഷതകൾ കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് ദ മേജർ ജിയോമോർഫിക് ഏജന്റ് ക്രിയേറ്റിംഗ് ലാൻഡ് ഫോംസ് ഇൻ ഡെസേർട്ട്? മരുഭൂമിയിൽ ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്ന ബാഹ്യശക്തി ഏതാണ്? യെസ്, അത് വിൻഡാണ് അല്ലേ. കാറ്റിന്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്നതാണ് എന്ത് മരുഭൂമിയിൽ ലാൻഡ് ഫോംസ് അല്ലേ. ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ വിൻഡ് ആർ മോസ്റ്റ്ലി സീൻ ഇൻ ഡെസേർട്സ്. നൗ ഡിഫൈൻ ഡീഫ്ലേഷൻ ആൻഡ് അബ്രഷൻ. ഓക്കെ, അതായത് എന്താണ് അപരദന പ്രവർത്തനത്തെ ഡിഫ്ലേഷൻ, അതേപോലെ അബ്രഷൻ അപകർഷണം എന്തിനെയാണ് നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? ദ സ്ട്രോങ് വേൾഡ് വിൻഡ്സ് ക്യാരി അവേ ദ ഡ്രൈ ഡെസേർട്ട് സാൻഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ദിസ് പ്രോസസ് ഓഫ് വിൻഡ് എറോഷൻ ഈസ് കോൾഡ് ഡിഫ്ലേഷൻ. എന്തിനാണ് നമ്മൾ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്? ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ കാറ്റിന്റെ ഈ അപരദന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് abrasion? As a result of the continued erosion caused by sand and other rock particles carried by strong winds, rocks in deserts get worn down. This process of wind erosion is called abrasion. അതായത് ശക്തമായി വീശുന്ന കാറ്റുകൾ വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ നിരന്തരമായി ആഞ്ഞടിക്കുന്നതിന്റെ ഫലമായി ശിലകൾക്ക് എന്ത് സംഭവിക്കുന്നു? തേയ്മാനം സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ കാറ്റിന്റെ ഈ അപരദന പ്രവർത്തനമാണ് നമ്മൾ എന്ത് പറയുന്നത്? അപകർഷണം എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ബെർക്കൻസ് അല്ലെങ്കിൽ എന്താണ് ബെർക്കനുകൾ? എന്തിനാണ് നമ്മൾ ബെർക്കൻസ് എന്ന് പറയുന്നത്? ദ സാൻഡ് ഡ്യൂൺസ് ഫോംഡ് ഇൻ ദ ഡെസേർട്സ് ആർ ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിപ്പോസിഷൻ ബൈ വിൻഡ്. ദ സാൻഡ് ഡ്യൂൺസ് കോമൺലി ഫോംഡ് ഇൻ ക്രിസന്റ് ഷേപ്സ് ആർ കോൾഡ് ബെർക്കൻസ്. അതായത് കാറ്റിന്റെ നിക്ഷേപണ ഫലമായാണ് മരുഭൂമിയിൽ എന്ത് കാണുന്നത്? മണൽ കൂനകൾ, സാൻഡ് ഡ്യൂൺസ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന മണൽ കൂനകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെർക്കനുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വാട്ട് ആർ മൊറൈൻസ്? എന്തിനാണ് നമ്മൾ മൊറൈൻസ് എന്ന് പറയുന്നത്? യെസ്, ദ സെഡിമെന്റ്സ് ക്യാരിഡ് ഡൗൺ ബൈ ദ ഗ്ലേഷ്യേഴ്സ് വിൽ ബി ഡിപ്പോസിറ്റഡ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ വാലി. ദീസ് ഡിപ്പോസിഷണൽ ഫീച്ചേഴ്സ് ബൈ ഗ്ലേഷ്യേഴ്സ് ആർ കോൾഡ് മൊറൈൻസ്. എന്തിനാണ് നമ്മൾ മൊറൈൻസ് എന്ന് പറയുന്നത്? ഹിമാനികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമ താഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഈ നിക്ഷേപ ഭൂരൂപങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊറൈനുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ ഐഡന്റിഫൈ ദ വേരിയസ് പോർഷൻസ് ഓഫ് ദ വാലി ഇൻ വിച്ച് മൊറൈൻസ് ആർ ഫോംഡ്. അതായത് താഴ്വരയുടെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് മൊറൈനുകൾ രൂപം കൊള്ളുന്നത്? ഏതൊക്കെ ഭാഗങ്ങളിലാണ്? യെസ്, അലോങ് ദ സൈഡ്സ് ഓഫ് ദ വാലി, അതായത് താഴ്വരയുടെ പാർശ്വങ്ങളിൽ, അതുപോലെ ഇൻ ദ മിഡിൽ ഓഫ് ദ വാലി, പിന്നെ ഇൻ ദ ബോട്ടം ബെഡ് ഓഫ് ദ വാലി. ഓക്കെ, നൗ കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു വർക്ക്ഷീറ്റ് ഉണ്ട്, പേജ് നമ്പർ 62 നമുക്കൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യണം. പിക്ചേഴ്സ് ഉണ്ട്, അത് എന്തൊക്കെ ലാൻഡ് ഫോം ആണ്, അതുപോലെ അത് ഉണ്ടാവാൻ എന്താണ് ജിയോമോർഫിക് ഏജന്റ്, അതിന്റെ പിന്നിലത്തെ എന്താണ് അതിന്റെ ഫോർമേഷൻ, ഇറോഷണൽ ആണോ അതോ ഡിപ്പോസിഷൻ ആണോ? ഓക്കെ, ഫസ്റ്റ് പിക്ചർ എന്താണ്? അതൊരു ക്ലിഫ്റ്റ് ആണ് അല്ലേ. അതെന്തിലൂടെയാണ്? അതിന്റെ ജിയോമോർഫിക് ഏജന്റ് എന്താണ്? വേവ്സ് ആണ്. അതെന്താണ്? ഫോർമേഷൻ ഇറോഷണൽ. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? മഷ്റൂം റോക്സ് ആണ് അല്ലേ. അതിന്റെ ഏജന്റ് എന്താണ്? വിൻഡ് ആണ്. അതിന്റെ പ്രോസസ് ഓഫ് ഫോർമേഷനും ഇറോഷണൽ തന്നെയാണ്. അതേപോലെ മൂന്നാമത്തത് സ്റ്റാക്സ് ആണ്. ഓക്കെ, സ്റ്റാക്സ് എന്തിലൂടെയാണ് ഉണ്ടാകുന്നത്? വേവ്സിലൂടെ അല്ലേ, കടല തിരമാലകളിലൂടെ. അതും ഇറോഷണൽ തന്നെയാണ്. പിന്നെന്താണ്? സർക്സ് ആണ്, അത് ഗ്ലേഷ്യർ വഴിയാണ്, അതും ഇറോഷണൽ ആണ്. പിന്നെ ബീച്ചസ് അല്ലേ, അതും വേവ്സ് വഴിയാണ്, അത് ഡിപ്പോസിഷനിലാണ്. ഓക്കെ, ലാസ്റ്റ് കാണുന്നതാണ് ബാർക്കൻസ് അല്ലേ, അത് വിൻഡിലൂടെയാണ്, അതും ഡിപ്പോസിഷനിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ലാൻഡ് ഫോംസ് ഇൻ ദ ഡെസേർട്ട് ആർ നോട്ട് സീൻ ഇൻ അവർ സ്റ്റേറ്റ് ഈവൻ ദോ വി ഗെറ്റ് റെഗുലർ വിൻഡ്സ് ആൻഡ് വൈ. അതായത് മരുഭൂമിയിൽ കാണുന്ന അത്തരം ഭൂരൂപങ്ങളൊന്നും നമ്മളുടെ ഇവിടെ കാണാൻ കഴിയുന്നില്ല അല്ലേ. എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ? യെസ്, ഒന്ന് വെജിറ്റേഷൻസ് ഇൻഫ്ലുവൻസ് ദ ബ്ലോയിങ് ഓഫ് വിൻഡ്. അതുപോലെ ഇൻ അവർ സ്റ്റേറ്റ് ദ സോയിൽ ഈസ് വെറ്റ്, സോ ദ വിൻഡ് കാൺട്ട് മൂവ് ദ സോയിൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. നമ്മളുടെ ഇവിടുത്തെ മണ്ണിന് എന്തുകൊണ്ട്? ചെറിയ നനവുണ്ട്, അതുകൊണ്ട് കാറ്റിന് അങ്ങനെ പറപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ബ്രിങ്സ് ചേഞ്ചസ് ഇൻ ദ എർത്ത് സർഫേസ്? എന്തൊക്കെയാണ് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ഭൂമിയുടെ സർഫസിനെ അത് മാറ്റുന്നത്? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് മനുഷ്യരുടെ? യെസ്, ഒന്ന് റിക്ലമേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ്, പിന്നെ എന്താ എഴുതാം? ഡീഫോറസ്റ്റേഷൻ, അതേപോലെ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, ക്വയറിംഗ് എക്സെട്ര. ഓക്കെ, അപ്പം ഇനി നമുക്ക് ലെറ്റ്സ് അസസ് എന്ന ആ ഒരു ഭാഗത്തേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ലെറ്റ്സ് അസസ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ കോഴ്സ് ഓഫ് എ റിവർ. അതായത് നദിയുടെ പ്രവാഹഗതിയുടെ ഘട്ടങ്ങളുടെ പ്രത്യേകതകൾ വിവരിക്കുക. The course of a river can generally be divided into 3 stages based on the difference in slope from its source to mouth. നമുക്ക് എത്ര സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും? 3 സ്റ്റേജ് ആയിട്ട് അല്ലേ, 3 ഘട്ടങ്ങളായിട്ട്. ഏതൊക്കെയാണ് 3? അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ് ആൻഡ് ലോവർ കോഴ്സ് അല്ലേ. അപ്പർ കോഴ്സിൽ എന്തൊക്കെയാണ് നമ്മൾ? പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ദ റിവർ, റിവർ ഫ്ലോസ് ത്രൂ സ്റ്റീപ്പ് സ്ലോപ്സ്, അതേപോലെ ഇന്റൻസ് റേറ്റ് ഓഫ് ഇറോഷൻ, ലെസ് amount of sediments, no deposition,
landforms such as valley, waterfall, etc. are seen. Middle course നമുക്ക് എന്തെഴുതാം? Flows through the foothills. Both erosional and depositional processes are active. Features such as meanders and oxbow lakes are seen. അതുപോലെ lower course അത് നമുക്ക് എന്തൊക്കെ എഴുതാം? Flows through the plains, active depositional processes, depositional landforms such as floodplains and deltas are seen. The second question, compare the V-shaped valleys with U-shaped valleys based on process of formation. അതായത് V-രൂപ താഴ്വരകളെയും അതേപോലെ U-രൂപ താഴ്വരകളെയും രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ വി ഷേപ്പിൽ എന്തെഴുതാം? ഫോംസ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഇറോഷണൽ പ്രോസസ്സസ് ഓഫ് റിവേഴ്സ് അല്ലേ. അതുപോലെ യു ഷേപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫോംസ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഇറോഷണൽ പ്രോസസ്സസ് ഓഫ് ഗ്ലേഷ്യേഴ്സ്. ഇവിടെ ഗ്ലേഷ്യേഴ്സ് കാരണമാണ്, വി ഷേപ്പ് റിവേഴ്സ് കാരണമാണ്. അതുപോലെ വി ഷേപ്പിൽ വേറെ നമുക്ക് എന്തെഴുതാം? ദ വാലി ടേക്ക് എ ഡിസ്റ്റിങ് ഷേപ്പ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ഇറോഷൻ അലോങ് ദ റിവർ ബെഡ്. സച്ച് വാലീസ് ആർ കോൾഡ് വി ഷേപ്പ് വാലീസ്. അതുപോലെ യു ഷേപ്പ് വാലീസ് എന്താണ്? ദ ഇറോഷൻ കോസ്ഡ് ബൈ ദ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് ഗ്ലേഷ്യേഴ്സ് along the valleys curves out steep-sided and flat-bottomed U-shaped valleys. Okay, the next one, list out the agricultural and environmental significance of deltas and floodplains with examples. അതായത് ഡെൽറ്റയുടെയും അതുപോലെ പ്രളയ സമതലത്തിന്റെയും കാർഷിക പാരിസ്ഥിതിക പ്രാധാന്യം ഉദാഹരണ സഹിതം പട്ടികപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം? ഫ്ലഡ് വാട്ടർ മേ കവർ എക്സ്റ്റെൻസീവ് ഏരിയാസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റിവർ. The deposition of alluvium along both the flooded banks may cause the formation of plains. Such plains are called floodplains. Many of the famous civilizations have taken birth along such floodplains. Floodplains are very significant as they are suitable for agriculture. ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതാൻ കഴിയുന്നത്? അതായത് നദി ഒഴുകുന്ന ചാലിന്റെ ഇരു കരകളിലേക്കും ഏറെ ദൂരത്തോളം പ്രളയജലം എത്തുന്നു അല്ലേ. ഇങ്ങനെ പ്രളയബാധിതമാകുന്ന ഇരു കരകളിലും എക്കൽ നിക്ഷേപിച്ച് സമതലങ്ങൾ രൂപപ്പെടുന്നു അല്ലെ. അലൂവിയം അതായത് എക്കൽ മണ്ണ്. ഇത്തരം സമതലങ്ങളെയാണ് നമ്മൾ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത് ഇത്തരം പ്രളയ സമതലങ്ങളിലാണ്. The North Indian plains, known as the backbone of Indian agriculture, is one among the extensive alluvium. The Ganga plain is the most extensive portion of this plain, which occupies three main divisions. In this plain, crops such as wheat, maize, pulses, sugarcane, jute, etc. are cultivated here. This region, inhabited by almost half of the total population of India, is a depositional plain formed by the North India rivers. അതായത് നമുക്ക് എന്തൊക്കെ എഴുതാം? ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങളെ കുറിച്ച് എഴുതാം. അതുപോലെ അവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയുന്നത്? ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങൾ, കരിമ്പ്, ചണം മുതലായ വിളകൾ എന്താണ് ഇവിടെ കൃഷി ചെയ്യുന്നു അല്ലേ. അതുപോലെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ നല്ലൊരു പങ്ക് അധിവസിക്കുന്ന ഈ പ്രദേശം ഉത്തരേന്ത്യൻ നദികളുടെ നിക്ഷേപണ ഭൂപ്രദേശം ആണ് അല്ലേ. ഇലുസ്ട്രേറ്റ് ദ ഫോർമേഷൻ ഓഫ് മഷ്റൂം റോക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അതായത് ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം? മഷ്റൂം റോക്ക് എങ്ങനെയാണ് ഫോം ആവുന്നതെന്ന് ഇലുസ്ട്രേറ്റ് ചെയ്യണം. ഓക്കെ, അത് ചിത്രീകരിക്കണം. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? മഷ്റൂം റോക്ക് നിങ്ങളത് വരയ്ക്കണം. അതുപോലെ എന്തെഴുതണം അവിടെ? ബിക്കോസ് ഓഫ് ദ ആക്ഷൻ ഓഫ് ദ വിൻഡ്, അബ്രേഷൻ ഓഫ് ദ ബേസൽ പോർഷൻസ് ഓഫ് റോക്ക് ബൈ മൂവിംഗ് സാൻഡ് ഗ്രെയിൻസ് occurs. The rocks assumes an overall shape that resembles a mushroom. It is formed due to the erosion of the wind. Next one, explain the formation of any two erosional landforms created by glaciers with the help of diagrams. അതായത് ഹിമാനികളുടെ ഏതെങ്കിലും രണ്ട് അപരദന ഭൂരൂപങ്ങൾ കണ്ടെത്തി അവയുടെ രൂപീകരണ പ്രക്രിയ വിവരിക്കുക ചിത്രത്തിന്റെ സഹായത്തോടെ. അപ്പോൾ നോക്കിയേ, different types of valleys are formed by glacial erosion. Armchair like valleys so formed are called cirques. സർക്സിന് നമുക്ക് ചിത്രം വരയ്ക്കാം. അതുപോലെ ദ ഇറോഷൻ കോസ്ഡ് ബൈ ദ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് ഗ്ലേഷ്യേഴ്സ് അലോങ് ദ വാലീസ് കർവ്സ് ഔട്ട് സ്റ്റീപ്പ് സൈഡഡ് ആൻഡ് ഫ്ലാറ്റ് ബോട്ടം യു ഷേപ്പ് വാലീസ്. അതേപോലെ യു ഷേപ്പ് വാലി നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രിപ്പയർ എ ടേബിൾ ഷോയിങ് ദ ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ എനി ത്രീ എക്സ്റ്റേണൽ ഫോഴ്സസ്. അതായത് ഏതെങ്കിലും മൂന്ന് ബാഹ്യശക്തികളുടെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ എന്തെല്ലാം എഴുതാം? നമുക്ക് വിൻഡ് എഴുതാം. വിൻഡിന്റെ എന്തൊക്കെ എഴുതാം? ലാൻഡ് ഫോം, സാൻഡ് ഡ്യൂൺ, ബർക്കിൻസ്, അതേപോലെ മഷ്റൂം റോക്ക്. അതെന്താണ്? ഇറോഷൻ ആണോ ഡിപ്പോസിഷൻ ആണോ? സാൻഡ് ഡ്യൂൺ ഡിപ്പോസിഷൻ, അതേപോലെ ബർക്കിൻസ് ഡിപ്പോസിഷൻ ആണ്. മഷ്റൂം റോക്ക് ഇറോഷൻ ആണ്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് നമുക്ക് എന്തെഴുതാം? റിവർ എഴുതാം. ഓക്കെ, റിവറിൽ എന്തൊക്കെ ലാൻഡ് ഫോംസ് ആണ് ഉണ്ടാകുന്നത്? വി ഷേപ്പ് വാലീസ്, അത് ഇറോഷനിലൂടെയാണ്. വാട്ടർഫോൾ, അതും ഇറോഷനിലൂടെയാണ്. ഫ്ലഡ് പ്ലെയിൻസ്, അത് ഡിപ്പോസിഷനിലൂടെയാണ്. ആൻഡ് ഡെൽറ്റ ഡിപ്പോസിഷൻ വഴിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ലാൻഡ് ഫോം ഷോൺ ഇൻ ദ പിക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദേ ആർ ഫോംഡ്. അതായത് ചിത്രങ്ങളിൽ നൽകിയിട്ടുള്ള ഭൂരൂപങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ രൂപീകരണ പ്രക്രിയ വിവരിക്കുക. എന്തൊക്കെയാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് വൺ, എ എന്താണ്? മിയാൻഡേഴ്സ് ആണ് അല്ലേ. മിയാൻഡേഴ്സിനെ കുറിച്ച് നമുക്ക് എന്തെഴുതാം? മിയാൻഡേഴ്സ് മേ ഫർദർ കർവ് ത്രൂ കണ്ടിന്യൂസ് ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ. ഫൈനലി ദ റിവർ ടേക്സ് എ സ്ട്രേറ്റ് കോഴ്സ്. ദ കർവ്സ് മേ ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ മെയിൻ റിവർ ടു ഫോം ഐസൊലേറ്റഡ് വാട്ടർ ബോഡീസ്. സച്ച് വാട്ടർ ബോഡീസ് ആർ കോൾഡ് ഓക്സ്ബോ ലേക്സ്. നെക്സ്റ്റ് ബിയിൽ എന്ന് നമ്മൾ കാണുന്നത്
മഷ്റൂം റോക്സ് ആണ് കാണുന്നത്. ഇവിടെ നമുക്ക് എന്തെഴുതാം? ആസ് എ റിസൾട്ട് ഓഫ് ദ കണ്ടിന്യൂഡ് ഇറോഷൻ കോസ്ഡ് ബൈ സാൻഡ് ആൻഡ് അതർ റോക്ക് പാർട്ടിക്കിൾസ് carried by strong winds, rocks in deserts get worn down. This process of wind erosion is called abrasion. Such rocks seen in deserts resembling mushrooms are called mushroom rocks. Okay? അപ്പോൾ ഇതിലൂടെ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റൻ ആൻസർ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഒപ്പം ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.